ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ ബോക്സ് ലേശം അങ്ങോട്ട് വെച്ചാൽ എക്കോ ഉണ്ടാവില്ല. ഒരാൾ പോയാൽ മതി. ലൈറ്റ് ഇട്ടോട്ടെ, ലൈറ്റ് ഇല്ലെങ്കിൽ വീഡിയോ ക്ലിയർ കിട്ടൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, UAE-യിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവിശ്യകളിൽ ഒന്നാണ് ഈ പ്രദേശം. വളരെ അച്ചടക്കവും അനുസരണവും പ്രകടമാണ് ഈ മുഖങ്ങളിൽ. ചുരുങ്ങിയ സമയം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ് ഉദ്ദേശ്യം. ICF-ൻ്റെ ദുബൈ പ്രസിഡന്റ് കൂടി ആയ അബ്ദുൽ സലാം സഖാഫി ഉസ്താദ് അവർകളും ബഹുമാനപ്പെട്ട തങ്ങൾ, അതുപോലെ മർക്കസിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ ഹനീഫ അസ്ഹരി, ബഹുമാനപ്പെട്ട കണ്ണപുരം സഖാഫി സൈനി മുഹമ്മദ് അലി സാഹിബ്, അങ്ങനെ ധാരാളം പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങളും, നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അവരും സന്തോഷിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ആദ്യമായി വേണ്ടത് ഒരു നല്ല തീരുമാനമെടുക്കുക, ഡിസിഷൻ. അതാണ് ആദ്യം വേണ്ടത്. ടു ഡിസൈഡ്, തീരുമാനിക്കുക. ഒരു വ്യവസായം ആരംഭിക്കുമ്പോൾ, ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ, ഒരു കച്ചവടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് ഉറച്ച ഒരു തീരുമാനമാണ്. സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉറപ്പുള്ള ഒരാളുടെ ഉപദേശം തേടി അങ്ങനെ തീരുമാനം ഉറപ്പിക്കുക. പല ആളുകളും പല പദ്ധതികളും തുടങ്ങാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ. എല്ലാവരും പല സ്വപ്നങ്ങളുള്ള ആളുകളാണ്. നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ സ്വപ്നങ്ങളാണ് കൂടുതൽ കാണുന്നത്. വ്യവസായത്തിന് ധാരാളം സാധ്യതയുള്ള ഒരു മണ്ണാണ്. ദുബൈ എന്നാണ് ഈ നാടിൻ്റെ പേര്. ഏത് സാധനം വിൽക്കാൻ വെച്ചാലും അതൊക്കെ ചിലവായി പോകും.
ദുബൈയിൽ. വാങ്ങാനും വിൽക്കാനും പുതിയ വ്യവസായങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനും യൂസുഫ് അലിയെ സമ്പന്നനാക്കിയ ഈ നാട്. കേരളത്തിൽ നിന്ന് വിവിധ സ്ഥാപനങ്ങളുടെ ആളുകൾ അവരുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ അതെല്ലാം നേടിക്കൊടുത്ത നാട്. ഈ നാടിൻ്റെ ഒരു പൊരുത്തം ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ലഭിക്കും. പക്ഷേ അതിന് ചില നിബന്ധനകൾ നാം പാലിക്കേണ്ടതുണ്ട്. ഒരു കുട്ടിയെ തരണമേ എന്ന് കർത്താവായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ വിവാഹം കഴിക്കണം, എന്നിട്ട് പ്രാർത്ഥിച്ചാലേ കുട്ടി ഉണ്ടാവും. വിവാഹം തീരെ കഴിക്കാതെ ഒരു കുട്ടിയെ തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നേർക്കുനേരുള്ള കുട്ടി ഉണ്ടാവില്ല. അതുകൊണ്ട് വ്യവസായമാകട്ടെ പ്രൊജക്റ്റുകളാകട്ടെ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തീരുമാനങ്ങൾ വേണം. ആ തീരുമാനങ്ങൾക്ക് അറബി ഭാഷയിൽ പറയുക നിയ്യത്ത് എന്നാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. മനുഷ്യൻ്റെ കർമ്മങ്ങൾ വിജയിക്കണമെങ്കിൽ തീരുമാനം വേണം. നാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഒരു ഭക്ഷണവും കഴിക്കുകയില്ല, വെള്ളം കുടിക്കുകയില്ല, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുക്കുമ്പോൾ മാത്രമാണ് നോമ്പ് സഹീഹാവുക. അതിന് നിയ്യത്ത് എന്ന് പറയും. അത് നിസ്കാരത്തിലും നിയ്യത്തുണ്ട്, ഹജ്ജിലും നിയ്യത്തുണ്ട്, എല്ലാ ആരാധനകളിലും നിയ്യത്തുണ്ട്. നിയ്യത്ത് ഇല്ലാതെ തന്നെ പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മമേ ഉള്ളൂ, അത് സ്വലാത്താണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. എല്ലാവരും നിവർന്നിരിക്കി, വളയാതെ. രണ്ട് കൈയൊന്നും ഇങ്ങനെ പൊക്കി, എല്ലാവരും ഇങ്ങനെ കൈ മാത്രം. ഞാൻ പൊക്കിയത് കൊണ്ട് നിങ്ങൾക്ക് പൊക്കാൻ കൂടുതൽ സൗകര്യമായിരിക്കും. അങ്ങനെ കൈയൊന്നും അങ്ങനെ പിടിച്ച് വയ്ക്കും, മുറുക്കി പിടിച്ച് വയ്ക്കും. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ബ്ലഡിൻ്റെ സർക്കുലേഷൻ ഉണ്ടാവും. ഈ പിടുത്തം നല്ലൊരു പിടുത്തം അങ്ങനെ പിടിച്ചാൽ ബ്ലഡ് ഇങ്ങനെ എല്ലാ ഭാഗത്തും എത്തും. അപ്പോൾ ഒരു പുതിയൊരു ചൈതന്യവും പുതിയൊരു ആവേശവും പുതിയൊരു നിയ്യത്തും ഒക്കെ കിട്ടും. ഞാൻ ഇനി നിങ്ങളെ സൗകര്യം പോലെ കൈ പൊക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഉണ്ടാവേണ്ട നിയ്യത്ത്, എനിക്ക് ഇക്കൊല്ലത്തെ റമദാനിലെ എല്ലാ ദിവസത്തെയും നോമ്പ് നോൽക്കണം എന്നൊരു നിയ്യത്ത്. ഒന്നാമത്തെ നോമ്പിൻ്റെ അന്ന് തന്നെ അങ്ങനെ കരുതുക. അങ്ങനെ കരുതിയാലുള്ള ഗുണം, ഏതെങ്കിലും ഒരു ദിവസം നിയ്യത്ത് മറന്നു പോയാലും കുഴപ്പമില്ല. അതാണ്. അപ്പം അതുകൊണ്ട് ഇക്കൊല്ലത്തെ എല്ലാ ദിവസത്തെ നോമ്പ് നോൽക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ സദസ്സിൽ വന്നത് എന്നേക്കാൾ നല്ല ആളുകളുടെ പ്രാർത്ഥനയും ആമീനും എനിക്ക് ലഭിക്കുകയും അങ്ങനെ എൻ്റെ വൈകല്യങ്ങൾ അവരുടെ പ്രാർത്ഥന കൊണ്ട് പരിഹരിച്ച് കിട്ടുകയും വേണം എന്ന് മനസ്സിൽ കരുതുക. സഖാഫികൾ, അഹ്സനികൾ, സയദികൾ, മറ്റു ഉസ്താദുമാരുള്ള ഒരു മജ്ലിസാണ്, സയ്യിദുമാരും ഉണ്ട്. അവരുടെ പ്രാർത്ഥനയും ആമീനും കിട്ടിയാൽ എൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടും എന്നൊരു വിചാരം ആദ്യം തന്നെ ഉണ്ടായാൽ നമുക്കത് വലിയ ഭാഗ്യമാണ്. നിങ്ങൾ കേട്ടിരിക്കും, സ്വഹാബിമാർ എന്ന് കേൾക്കാത്തവർ ഈ സദസ്സിൽ ഇല്ല. അബൂബക്കർ സുദ്ദീഖ്, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ്, ബദർ ശുഹദാക്കൾ മുഴുവനും റളിയല്ലാഹു അൻഹും,
അവർ മുഴുവനും നബിയുടെ സ്വഹാബിമാർ ആയിരുന്നു. സ്വഹാബി എന്ന പദവി അവർക്ക് കിട്ടാനുള്ള കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ അച്ചടക്കത്തോടുകൂടി ഈമാനോടുകൂടി പങ്കെടുത്തു എന്നതാണ് സ്വഹാബി എന്ന പേർ കിട്ടാൻ കാരണമായത്. ഇന്നല്ലദീന യഗുള്ളൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈക അല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. സൂറത്തുൽ ഹുജറാത്തിൽ പറയുന്നു, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ശബ്ദം താഴ്ത്തിക്കൊണ്ട് വിനയാന്വിതരായി അച്ചടക്കത്തോടുകൂടി ആ മജ്ലിസ് ഭംഗിയാക്കിയ ആളുകൾ അവരാണ് മഹാന്മാരായ സ്വഹാബിമാർ. അപ്പോൾ വിജയത്തിൻ്റെ ഒരു പ്രധാന കാരണം സദസ്സുകളിൽ അച്ചടക്കത്തോടുകൂടി പങ്കെടുക്കുക എന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മുത്തുനബിയെ കാണാൻ കഴിഞ്ഞില്ല. അത് വല്ലാത്തൊരു ഖേദം ഉള്ള വിഷയമാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ നേതാവിനെ സ്വപ്നത്തിൽ കാണാൻ വലിയ ആഗ്രഹമുണ്ട്. നമ്മളെക്കാൾ ആ കാര്യം ചിലപ്പോൾ സാധിക്കുക നമ്മുടെ സഹോദരിമാർക്കാണ്. എൻ്റെ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ട വിവരം എന്നോട് പറഞ്ഞപ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നി. ആ വലിയ നേതാവിനെ സ്വപ്നം കാണാൻ സാധിക്കണമെങ്കിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. എല്ലാ വെള്ളിയാഴ്ചയും 300 സ്വലാത്ത് പതിവാക്കുക. കിതാബുകളിൽ പറയുന്നുണ്ട്, വെള്ളിയാഴ്ചകളിൽ അൽ കഹ്ഫ് ഓതുകയും 300 സ്വലാത്ത് ചുരുങ്ങിയത്. ഇന്നു മുതൽ അതൊരു തീരുമാനമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ തിരുദൂതനെ കാണാൻ കഴിയാത്ത നമുക്ക് പിന്നെ കാണാൻ കഴിയുന്നത് ആരെയാണ്? ആ തിരുദൂതരുടെ സന്താന പരമ്പരകളിൽപ്പെട്ട അഹ്ലുബൈത്തിനെ നാം ആദരിക്കുന്നു. അവിടുന്ന് ഈ ലോകത്തോട് വിട പറയുമ്പോൾ 1.25 ലക്ഷം അനുയായികൾ, പണ്ഡിതന്മാർ മക്കയിൽ ഉണ്ടായിരുന്നു. അവരെ ഏൽപ്പിച്ചുകൊണ്ടാണ് വിട പറഞ്ഞത്. തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തി കിതാബുല്ലാഹി വസുന്നത്തി കിതാബുല്ലാഹി വഇത്രതി. എൻ്റെ സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കുന്ന എൻ്റെ സന്താന പരമ്പരകൾ, അവരെ നിങ്ങൾ മുറുകെ പിടിക്കണം. എൻ്റെ സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന ഉലമാഇനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അവർ അൽഹംദുലില്ലാഹ് ഇന്നും നമ്മോടൊപ്പമുണ്ട്. താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി, ബഹുമാനപ്പെട്ട MA ഉസ്താദ്, കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ്, അങ്ങനെ മരണപ്പെട്ടു പോയ കുറേ ആളുകൾ അവരുടെ വഴിയിൽ ഇന്ന് നമ്മെ നയിക്കുന്ന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ, ബദറു സാദാത്ത് തങ്ങളവർകൾ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ തുടങ്ങിയുള്ള കേരളത്തിലെ തലയെടുപ്പുള്ള ഉലമാക്കൾ, അവരുടെ സംഘടനയിൽ നാം നിൽക്കുമ്പോൾ, അച്ചടക്കത്തോടുകൂടി വിനയത്വത്തോടുകൂടി നിൽക്കുമ്പോൾ നമുക്കും വിജയം ലഭിക്കും. അതുകൊണ്ട് ഈ മജ്ലിസിൽ ഉള്ള ഓരോരുത്തരും നിയ്യത്ത് ചെയ്യുക, എന്നേക്കാൾ വിവരം ഉള്ള, എന്നേക്കാൾ തഖ്വയുള്ള ആളുകളുടെ പ്രാർത്ഥന കിട്ടാനാണ് ഞാൻ വന്നത് എന്നെല്ലാവരും നിയ്യത്ത് ചെയ്യുക. മറ്റൊന്ന്, ഈ സദസ്സിൽ കുറേ ആലിമീങ്ങൾ ഉണ്ട്, സയ്യിദുമാർ ഉണ്ട്. അവർ തീരുമാനിക്കുക, ഞാൻ ഒരുപക്ഷെ സയ്യിദാണ് അല്ലെങ്കിൽ വിവരമുള്ള ആളാണ്, എങ്കിലും ഈ സദസ്സിൽ ഞാൻ വന്നത് എൻ്റെ അത്രയൊന്നും വിവരമില്ലാത്ത ആളുകളെ അവർ ചിലപ്പോൾ എൻ്റെ കൈ പിടിക്കാൻ വരും,
അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി അവർക്ക് കൈ വെച്ച് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഈ സദസ്സിൽ വന്ന മുഴുവൻ ആളുകളും ഭാഗ്യവാന്മാരാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. മറ്റൊരു വിഷയം നാം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ 4 വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ആ 4 പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായാലേ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. കേരളത്തിലെ മുസ്ലിമീങ്ങൾ 4 വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ സദസ്സിൽ ഹാജരായ ഞാനും നിങ്ങളും 4 പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ അഭിമുഖീകരിക്കുന്ന ആ 4 പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കണം. 1, നോ എഡ്യൂക്കേഷൻ, ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം നമുക്കില്ല എന്നത് നാം നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇന്നും UAE-യിലും ഖത്തറിലും കുവൈത്തിലും വിദേശ നാടുകളിലും ടോപ്പ് ജോലികളിൽ മുഴുവനും ഉള്ളത് മറ്റു വിഭാഗങ്ങളാണ്. ഈ നാട്ടിലുള്ള വലിയ പണക്കാരുടെ വീടുകളിൽ ഉയർന്ന ജോലി ഇപ്പോഴും നമുക്ക് ലഭിക്കുന്നില്ല. നമുക്ക് തരാത്തത് കൊണ്ടല്ല, അത് നേടാൻ ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് ഇല്ല. അതുപോലെ തന്നെ എന്നോട് ഒരാൾ പറഞ്ഞു, പാലക്കാട് ജില്ലയിൽ ഒരു റമദാൻ മാസത്തിൽ ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ട മനുഷ്യനെ മറവ് ചെയ്യുന്നത് അസർ സമയത്താണ്. സാധാരണ മയ്യത്ത് മറവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചായ കൊടുക്കാറുണ്ട് എല്ലാവർക്കും. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും അതുപോലെ മറവ് ചെയ്ത് ഇറങ്ങുമ്പോഴും ഒരു ചായ കൊടുക്കും. റമദാനിലാണ് മരണമുണ്ടായത്. അസർ കഴിഞ്ഞ് മറവ് ചെയ്ത് എല്ലാവർക്കും ചായ നൽകുകയാണ്. നടന്നത് പാലക്കാടായതുകൊണ്ട് വേറെ എല്ലാ നാടുകളും ഉഷാറാണ് എന്നൊന്നും അതിനർത്ഥമല്ല. കുറേ കൊല്ലം മുമ്പുണ്ടായതാണ്. ഇപ്പം എല്ലാ നാടും വളരെയധികം മാറിയിട്ടുണ്ട്. അപ്പോൾ ആരോ ചോദിച്ചു, റമദാനിൽ എന്താണ് ഇങ്ങനെ? അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഇവിടുത്തെ പതിവാണ്, റമദാനിലത് പാടില്ല എന്ന വിവരം അവർക്കറിയില്ല. അങ്ങനെ മതപരമായ വിദ്യാഭ്യാസവും ഭൗതികമായ വിദ്യാഭ്യാസവും വേണ്ടത്ര ഇല്ലാത്തതിൻ്റെ പേരിൽ മുസ്ലിം ഉമ്മത്ത് പിന്നാക്കമായി കഴിയുകയാണ്. ഇത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ നേരിടുന്നൊരു പ്രശ്നമാണ്. കേരളത്തിലെ മുസ്ലിമീങ്ങൾ നേരിടുന്ന പ്രശ്നമാണ്. രണ്ടാമത്തത്, നമ്മുടെ ആളുകൾ അഡ്രസ് ചെയ്യുന്ന രണ്ടാമത്തെ വിഷയം ആവശ്യത്തിന് പണം ഇല്ല എന്നതാണ്. പണം ആവശ്യത്തിനുണ്ടെങ്കിൽ ഈ നാട്ടിലേക്ക് ആരെങ്കിലും വരുമോ? നല്ല വെള്ളവും നല്ല വായുവും നല്ല ഭാര്യയും നല്ല പള്ളിക്കൂടവും നല്ല പ്രകൃതിയും നല്ല ചെടികളും നല്ല സൗരഭ്യമുള്ള പൂന്തോട്ടങ്ങളും അതെല്ലാം ഉള്ളത് എവിടെയാണ്? അവിടെയാണ്. പിന്നെ ഇവിടെ വന്നതോ? അതൊന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് വേറൊരു സാധനമാണ് വേണ്ടത്, അതിവിടെയുള്ളത്. അതവിടെ കിട്ടുമെങ്കിൽ ഒരു കുട്ടി ഇങ്ങോട്ട് വരൂല. ഏതാണത്? പണമാണ്, മണി, പണം. അത് ഇല്ല എന്നത് ഈ സമൂഹം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ലോക ബാങ്കിൽ കടപ്പെട്ട് കിടക്കുകയാണ് നമ്മുടെ രാജ്യം. നമ്മുടെ കുടുംബങ്ങളും കടത്തിലാണ്. വീടുണ്ടാക്കിയ കടം വീട്ടാൻ വേണ്ടി വീണ്ടും ജോലി ചെയ്യുകയാണ്. പറമ്പ് വാങ്ങിയ കടം വീട്ടാൻ വേണ്ടി ഈ മരുഭൂമിയിൽ വീണ്ടും ക്യാമ്പ് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആവശ്യത്തിന് വിദ്യാഭ്യാസമില്ല, ആവശ്യത്തിന് പണമില്ല. മൂന്നാമത്തത്, മുന്നിൽ നിൽക്കാൻ ലീഡർ ഇല്ല. അതാണ് മൂന്നാമത്തെ പ്രശ്നം. എല്ലാവരും അനുയായികളാവാൻ റെഡിയാണ്. മുന്നിലൊരാളെയും നിൽക്കാൻ കിട്ടുന്നില്ല. ഒരാൾ നിസ്കാരത്തിന് ഇമാമായി നിന്നു. ആദ്യത്തെ റക്കയത്തിൽ ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി. രണ്ടാമത്തെ റക്കയത്തിൽ മഅ്മൂമുകൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇമാമിനെ കാണുന്നില്ല. കാരണം ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ട സൂറത്ത് അറിയാത്തത് കൊണ്ട് ജനലിൻ്റെ ഉള്ളിലൂടെ മൂപ്പർ ചാടിയതാണ്.
എവിടെയോ നടന്നൊരു സംഭവമായിരിക്കാം. എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കാനുള്ള പരിശീലനം, ട്രെയിനിങ്, അതിൻ്റെ കുറവ് നന്നായി ഉണ്ട്. കമ്പനികളിൽ ബോസ്മാരായി നിൽക്കാൻ പറ്റിയവരെ കിട്ടുന്നില്ല. മർക്കസ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ മുന്നിൽ അതിന് ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ആളുകളെ കിട്ടുന്ന ലീഡേഴ്സിനെ കിട്ടാനില്ല. ഈ ഒരു വിഷയവും പരിഹരിക്കേണ്ട വിഷയമാണ്. 4ാമത്തെ വിഷയം, നോ പ്ലാനിങ്. ആസൂത്രണം തീരെയില്ല. എന്തൊക്കെയോ അങ്ങനെ ചെയ്യുകയാണ്. എത്ര കൊല്ലമായി ഇവിടെ വന്നിട്ട്? 10 കൊല്ലമായി. വീടുണ്ടോ? വീടില്ല. ഇപ്പം എവിടെയാണ് താമസിക്കുന്നത്? ഞങ്ങളൊരു വീട്ടിൽ 4 മക്കളും ഒരു വീട്ടിൽ കൂടുകയാണ്. എല്ലാവരും വിവാഹം ചെയ്തിരിക്കുന്നു. ആ ഭാര്യമാർ ഇടയ്ക്കിടെ പറയും ഒരു വീട് വെച്ച് മാറണ്ടേന്ന്. പക്ഷേ ഈ ഭർത്താവ് ആകുന്ന ഈ മനുഷ്യൻ ഒരു മാസം നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോരും. കാരണം ഇയാൾക്ക് ബേജാറൊന്നുമില്ല, ഇവിടെ എവിടെയെങ്കിലും താമസിക്കാമല്ലോ. ഭാര്യമാർ അവിടെ വിഷമിക്കുകയാണ്. ഒരു വീടിനെപ്പറ്റി ചിന്തയില്ലാത്ത എത്ര ആളുകൾ. സാമ്പത്തികമായി കിട്ടുന്ന ശമ്പളത്തെ എങ്ങനെ സേവ് ചെയ്യാം എന്ന് അറിയാത്ത എത്ര സഹോദരന്മാർ. അതും പരിഹരിക്കേണ്ടതാണ്. ഈ 4 വിഷയങ്ങൾക്ക് പരിഹാരം ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് 1978 മർക്കസ് എന്ന് പറയുന്നൊരു സ്ഥാപനം ആരംഭിക്കുന്നത്. അത് ആരംഭിച്ചതോടുകൂടി ഈ 4 വിഷയങ്ങൾക്കും കുറേ പരിഹാരമായി. അൽഹംദുലില്ലാ. വിദ്യാഭ്യാസമുള്ള വലിയൊരു ടീമിനെ മർക്കസ് വളർത്തിയെടുത്തു. ആലിം ആണ്, അതോടൊപ്പം അഡ്വക്കേറ്റാണ്. ആലിമാണ്, അതോടൊപ്പം ഡോക്ടറാണ്. ആലിമാണ്, അതോടൊപ്പം എഞ്ചിനീയറാണ്. ആലിമാണ്, അതോടൊപ്പം സ്കൂളിൽ ടീച്ച് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അധ്യാപകനാണ്. ആലിമാണ്, ഒരു സ്ഥാപനം ഭരിക്കാൻ പറ്റുന്ന ഡയറക്ടറാണ്. ഇങ്ങനെ ആലിമീങ്ങളെ എല്ലാ രംഗത്തേക്കും പറ്റിയവരാക്കി വളർത്തിക്കൊണ്ട് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ കേരളത്തിൻ്റെ ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ തുന്നിച്ചേർത്തു. കഴിഞ്ഞ ദിവസം ഞാൻ മർക്കസിൻ്റെ സമ്മേളനത്തിൻ്റെ തലേനാൾ എൻ്റെ ഓഫീസിൽ ഒരു കുട്ടി വന്നു പറഞ്ഞു, ഉസ്താദെ, ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇന്ന് MBBS പാസ്സായി. ഈ മർക്കസിൽ നിന്ന് 30 ലക്ഷം രൂപ എനിക്ക് അനുവദിച്ച് കിട്ടി. യതീമാണ്, ഞാൻ ഡോക്ടറായി. ആ സന്തോഷം അറിയിക്കാമെന്നതാണ്. ഇനി എൻ്റെ ആഗ്രഹം മെഡിസിന് പോകാനാണ്. ആ മെഡിസിന് പോകാൻ ഇനിയും ക്യാഷ് ആവശ്യമുണ്ട്. കാന്തപുരസ്താദിനെ കാണാൻ വന്നതാണ്. ഓമനിക്കാനാളില്ല, എൻ്റെ ബാപ്പ ഇന്നില്ല. ബാപ്പമാർ മരിച്ചുപോയ കുട്ടികൾ, അവർ നിഴലുകൾ മാത്രമാണ് അവരുടെ മുൻപിലുള്ളത്, ഷാഡോകൾ മാത്രം. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആളില്ല, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആളില്ല. അത്തരമൊരു സന്ദർഭത്തിലാണ് മർക്കസ് കടന്നു വരുന്നത്. 9000 യതീം കുട്ടികളെ മർക്കസ് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികളുടെ ബാപ്പമാർ മരിച്ചു പോയതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസം മുടങ്ങരുത്, അവരുടെ ഒരു കാര്യവും മുടങ്ങരുത്. എൻ്റെയും നിങ്ങളുടെയും നെറ്റിയിൽ എഴുതി വെച്ചൊരു ബോർഡുണ്ട്. ആ ബോർഡ് ഏതാണെന്നറിയാമോ? ഇന്നു നീ, നാളെ ഞാൻ. ഇന്ന് എൻ്റെ കുട്ടി യതീമല്ല, നാളെ എൻ്റെ കുട്ടി യതീമാകാൻ ഒരു പ്രയാസവുമില്ല. മസ്ഊദ് സഖാഫി ഇന്നലെ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ കുട്ടികൾ സനാഥരാണ്. ഞാൻ ഈ പ്രസംഗം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുട്ടികൾ അനാഥരാണ്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. നമ്മൾ നെറ്റിയിൽ എഴുതി വെച്ചൊരു ബോർഡുണ്ട്, ഇന്നു നീ, നാളെ ഞാൻ. ഈ ഒരു ചിന്ത നമുക്കുണ്ടാവണം. പിതാക്കൾ മരിച്ചുപോയ കുട്ടികളെ ദത്തെടുത്ത് വളർത്താൻ മുസ്ലിം ഉമ്മത്തിൻ്റെ കയ്യിൽ സ്കീം ഇല്ലെങ്കിൽ അത്തരം കുട്ടികളെ പെറുക്കിക്കൊണ്ടുപോകാൻ മിഷണറി സംഘങ്ങൾ സജീവമായി നിലകൊള്ളുകയാണ്. വൃദ്ധസദനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നില്ല എങ്കിൽ വൃദ്ധസദനങ്ങളിലേക്ക് പ്രായമായവരെ എടുത്തു കൊണ്ടുപോയി അവർക്ക് പന്നിയിറച്ചി
ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കുന്ന സംവിധാനങ്ങൾ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കാസർഗോഡ് മുഹിമ്മാത്ത് എന്ന സ്ഥാപനത്തിൻ്റെ പരിസരത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോഴാണ് മുഹിമ്മാത്തിൻ്റെ കീഴിൽ വൃദ്ധസദനം ആരംഭിച്ചത്. അപ്പോൾ ഈ സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ധാരാളം സ്റ്റെപ്പുകൾ ഇനിയും എടുക്കാനുണ്ട്. ആ സ്റ്റെപ്പുകൾ നമ്മൾ ഒറ്റയ്ക്കിരുന്നാൽ കഴിയുകയില്ല. ഒറ്റയ്ക്കുള്ള നാം ഇതുപോലെയുള്ള വേദികളിൽ പങ്കെടുക്കുക, എന്നിട്ട് നാം പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുന്നവരോടൊപ്പം ചേരുകയും ചെയ്താൽ നാളെ അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കും. അതിൻ്റെ ഗുണഫലങ്ങൾ എന്താണ്? ആരും സഹായിക്കാനില്ലാതെ നമ്മളും നമ്മുടെ കുടുംബങ്ങളും ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ നമ്മെ സഹായിക്കാൻ അല്ലാഹു തആല സംവിധാനമൊരുക്കും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ സഹായിക്കുകയാണ് എങ്കിൽ, ഏതെങ്കിലും ഒരു മനുഷ്യനെ സഹായിക്കുകയാണെങ്കിൽ എന്നല്ല, സഹായിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കും. നിങ്ങളൊരു കുട്ടിയെ തക്കാഫുൾ ഏറ്റെടുത്ത് ഒരു കൊല്ലം ഏറ്റെടുത്ത് നിർത്തിക്കളയരുത്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണം, തുടർന്നുകൊണ്ടിരിക്കണം. തുടർന്നുകൊണ്ടിരുന്നാൽ അള്ളാഹു നിങ്ങൾക്കുള്ള നിഅമത്തുകൾ തുടർന്നുകൊണ്ടിരിക്കും. കോഴിക്കോട് ജില്ലയിൽ ഒരു മരിച്ച സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു മയ്യിത്ത് പള്ളിയിൽ മിഹ്റാബിൻ്റെ സമീപത്ത് മയ്യിത്തിനെ അവിടെ കിടത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് ഒരു ഉസ്താദ് പ്രസംഗിക്കുകയാണ്. ഞാൻ എൻ്റെ ചെവികൾ കൊണ്ട് കേട്ടതാണ്. വല്ലാത്ത പ്രസംഗമായിരുന്നു അത്. അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു, ഈ കിടക്കുന്ന ഹാജി സാഹിബിനെ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. ഈ കിടക്കുന്ന ഹാജി അദ്ദേഹം എനിക്കൊരുപാട് ഗുണങ്ങൾ ചെയ്തു. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതകാലത്ത് ഇത് നിങ്ങൾ ആരോടും പറയരുത്, കാരണം അത് മറ്റുള്ളവർ അറിയുമ്പോൾ എൻ്റെ കൂലി കുറഞ്ഞു പോകും. അതുകൊണ്ട് ഇന്ന് വരെ ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. അദ്ദേഹം മരിച്ചു. ഇന്ന് ഞാനത് പറയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് വളരെ ദരിദ്രനായിരുന്നു. പുസ്തകം വാങ്ങാൻ, കിതാബ് വാങ്ങാൻ, പള്ളി ദർസിൽ കിതാബ് ഓതി പഠിക്കാൻ പോകുമ്പോൾ വസ്ത്രം വാങ്ങാനൊന്നും കഴിവില്ലായിരുന്നു. വളരെ സ്വകാര്യമായി അതൊക്കെ എനിക്ക് നൽകിയത് ഈ മനുഷ്യനാണ്. അദ്ദേഹം ഒന്ന് സഹായിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനൊരിക്കലും തന്നെ വിദ്യാഭ്യാസം നേടുമായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള എൻ്റെ കമ്മിറ്റ്മെൻറ്റ്, എൻ്റെ കടപ്പാട് വളരെ വലുതാണ്. അള്ളാഹുവേ, ഈ കിടക്കുന്ന മനുഷ്യന് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു അല്ലാഹുമ്മ ഗ്സിൽഹു ബിൽമാഇ വൽബർദി വസ്സൽജി വനഖ്ഹിഹി മിനൽ ഖതായ കമാ യുനഖ الثوب الأبيض من الدنس وأبدله دارا خيرا من داري وزوجا خيرا من زوجي أعيذه من عذاب القبر. എന്ന മയ്യിത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥന തൊണ്ടയിടറിക്കൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിൽ പൂർണ്ണമായി ഉൾക്കൊണ്ട് ആ മനുഷ്യൻ ഈ മയ്യിത്തിന് വേണ്ടി ദുആർക്കുകയാണ്. ഇതുപോലൊരു ദുആ നമുക്ക് കിട്ടണമെങ്കിൽ, നമ്മൾ മരിച്ചിട്ട് കിട്ടണമെങ്കിൽ നമ്മളെന്ത് വേണം? അള്ളാഹുവിനെ വിചാരിച്ച് പാവപ്പെട്ടവരുടെ വിഷയം ശ്രദ്ധിക്കണം. സ്വന്തം കുടുംബത്തിലുള്ള പാവപ്പെട്ടവരെയാണ് ആദ്യം പരിഗണിക്കേണ്ടത്. ഭാര്യയെ ഏറ്റവും നന്നായി പരിഗണിക്കണം. ഭാര്യയ്ക്ക് എല്ലാ ദിവസവും വിളിക്കണം സാധിക്കുമെങ്കിൽ. ഓരോരുത്തർ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അല്ലെ ആഴ്ചയിൽ അല്ലെ മാസത്തിൽ തീരെ വിളിക്കാതിരിക്കരുത്. വിളിക്കുമ്പോൾ ചോദിക്കണം, എന്തൊക്കെയാണ് ഹാല്? ഈ ഖുർആൻ ഓതലില്ലേ? അപ്പോൾ ഇങ്ങോട്ട് നിങ്ങൾ ഓതലുണ്ടോന്ന് അങ്ങനെ ചോദിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പം ചോദിക്കാറില്ല ഉസ്താദെ. നമ്മൾ കിടക്കുന്ന ആ വിരിപ്പിൽ, ഞാൻ കിടക്കുന്ന ആ വിരിപ്പിൽ ഞാനല്ലാത്ത ഒരാൾ ആ വിരിപ്പിൽ ചവിട്ടുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് നിനക്കറിയാമല്ലോ എന്ന് പറയാൻ മാത്രമുള്ള മൊറാലിറ്റി
ഗൾഫുകാരൻ ഇവിടെ ഉണ്ടാകണം. അത് ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ മജ്‌ലിസിലൊക്കെ വന്നിങ്ങനെ ദ്വാർക്കുന്നത്. ഇബ്ലീസ് എപ്പോഴാണ് മനുഷ്യനെ പറ്റിക്കുക എന്നറിയില്ല. ഇബ്ലീസ് എല്ലാവരെയും വഞ്ചിക്കും. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. പിന്നെ ഇതറിയാത്ത ആരും ഉണ്ടാവില്ല. മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യൻ്റെ മനസ്സിൽ കുശുപ്പ് ഉണ്ടാക്കുന്ന ഭൂതവർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ട പിശാച്. പിശാച് രണ്ട് ജാതിയാണ്. ഒന്ന് മനുഷ്യവർഗത്തിൽ, മറ്റൊന്ന് ഭൂതവർഗത്തിൽ. ഭൂതവർഗത്തിലുള്ളത് നമ്മൾ കാണൂല. മനുഷ്യൻ്റെ വിഭാഗത്തിൽപ്പെട്ട പിശാച് ധാരാളമുണ്ട്. നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് ഒരിക്കൽ ക്ലാസ്സിൽ വെച്ച് മുതഅല്ലിമീങ്ങളോട് പറഞ്ഞു, പിശാച് നമ്മെ പറ്റിക്കും, പിശാച് നിങ്ങൾ ഭയപ്പെടണം. അവർ ചോദിച്ചു, പിശാച് എന്താണ്, ആരാണ്? ഉസ്താദ് പറഞ്ഞു, പിശാചും മനുഷ്യനും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. മനുഷ്യൻ്റെ കണ്ണ് മുന്നിലാണ്, മനുഷ്യൻ്റെ മൂക്ക് മുന്നിലാണ്, മനുഷ്യൻ്റെ നെറ്റി മുന്നിലാണ്, മനുഷ്യൻ്റെ നെഞ്ഞ് മുന്നിലാണ്. പിശാചിൻ്റെ കണ്ണ് പിന്നിലാണ്, മൂക്ക് പിന്നിലാണ്, നെഞ്ഞ് പിന്നിലാണ്. അപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, ഉസ്താദേ, ഒരു മനുഷ്യൻ തിരിഞ്ഞു നിന്നാൽ അവൻ പിശാചാവൂലേ? ഉസ്താദ് പറഞ്ഞു, അതെ, റെഡി, ചോദ്യം വളരെ റെഡിയാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ തന്നെയാണ് പിശാച്. അവൻ തിരിഞ്ഞു നിന്നാൽ പിശാചാണ്. എൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി എന്നെക്കൊള്ള തിരിഞ്ഞ് ഇരിക്കുന്ന നിങ്ങളൊക്കെ മനുഷ്യന്മാരാണ്. ഒരാൾ കസേര തിരിച്ചിട്ട് അങ്ങോട്ടിരുന്നാൽ പിശാചിനെ ഞാൻ കാണിച്ചു തരാം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ മനുഷ്യന്മാരാണോ പിശാചുക്കളാണോ? ഒക്കെ മനുഷ്യന്മാരാണ്. നല്ല കാര്യത്തിന് പുറം തിരിഞ്ഞു ഇരുന്നാൽ, പുറം തിരിഞ്ഞു നിന്നാൽ, പുറം തിരിഞ്ഞു ഓടിയാൽ അവൻ പിശാചാണ്. അത്തരം പിശാചുക്കൾ നമ്മളെ നാട്ടിൽ ധാരാളമുണ്ട്, ഇവിടെയും ഉണ്ട്. അവർ വന്നിട്ട് പല കുശുകുശുപ്പുണ്ടാക്കും. അമ്പിയാക്കളെ ആദരിക്കരുത്, ഔലിയാക്കളെ ബഹുമാനിക്കരുത്, ഉസ്താദുമാർ പറഞ്ഞത് കേൾക്കരുത് എന്നൊക്കെ പറയുന്ന ആളുകൾ പിശാചുക്കളാണ്. ആ പിശാചുക്കളുടെ വലയത്തിൽ അകപ്പെടാതെ രക്ഷപ്പെടാനുള്ള മരുന്ന് നിസ്കാരത്തിൻ്റെ എല്ലാ റക്അത്തിലും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുക. എല്ലാ ദിവസവും ഹദ്ദാദ് റാത്തീബ് അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മി ശൈഉൻ, അങ്ങനെ തുടങ്ങിയുള്ള പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ട് നല്ല ആളുകളുമായി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് നന്നാവുകയും പാവപ്പെട്ടവരെ നാം കൂടുതൽ ഇഷ്ടപ്പെടുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫീലൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത് വഹുബ്ബൽ മസാകീൻ. അല്ലാഹുവേ, ഖൈർ തരാൻ ഭാഗ്യം തരണമേ, തെറ്റുകൾ ഉപേക്ഷിക്കാൻ ഭാഗ്യം തരണമേ, സാധുക്കളോട് സ്നേഹം തരണമേ. അജ്മീറിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവർകൾ സിയാറത്തിന് പോയപ്പോൾ നല്ലൊരു കുപ്പായം അണിഞ്ഞ് സിയാറത്തിന് പോയതാണ്. നല്ല മിനുങ്ങുന്ന കുപ്പായം, ടെർലിൻ എന്നാണ് അക്കാലത്ത് അതിൻ്റെ പേര്. ഇപ്പം അതൊന്നുമില്ല. അന്ന് ടെർലിൻ കുപ്പായം വളരെ അപൂർവമായിട്ട് ഇടൂ. അതിലൊന്ന് ഇട്ടു. അതിട്ടുകൊണ്ട് സിയാറത്തിന് പോയപ്പോൾ വസ്ത്രം ധരിക്കാതെ, കുപ്പായം ധരിക്കാതെ അജ്മീറിലെ ശൈഖയുടെ ദർഗയിൽ ഒരു പാവപ്പെട്ട മിസ്കീൻ ഇരിക്കുന്നു. ആ മനുഷ്യൻ ഉസ്താദിനോട് ചോദിച്ചു, മോനെ, നിൻ്റെ ആ കുപ്പായം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. ഉസ്താദ് അവർകൾ ആ മിസ്കീനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആ മുന്തിയ ടെർലിൻ അഴിച്ച് അദ്ദേഹത്തിന് കൊടുത്തു. രണ്ടാമത് സിയാറത്തിന് പോയപ്പോൾ നോക്കി, അവിടെ എവിടെയെങ്കിലും ഉണ്ടോ ആ മനുഷ്യൻ? ആ മനുഷ്യനെ കാണുന്നില്ല. ഉസ്താദ് പറയാണ്, ആ സാധുവായ ആ മനുഷ്യന് ആ കുപ്പായം ഞാൻ അയച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ക്യാഷ് കൊടുത്തിട്ട് ഞാൻ ഇതുവരെ കുപ്പായം വാങ്ങിയിട്ടില്ല. ഇന്നലെ ആറളം അബ്ദുറഹ്മാൻ ഹാജി 2 കന്തൂർ അടിച്ച് ഒരു കീസിലാക്കിയിട്ട് ഓഫീസിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. 2 എനിക്ക്, 2 ഉസ്താദിന്.
3 ഉസ്താദിന്. അപ്പം ഞാനത് കിട്ടിയപ്പോൾ ഇത് ആരുടെ വകയാണെന്ന് മനസ്സിലായില്ല. അദ്ദേഹം നാട്ടിലാണുള്ളത്. എനിക്ക് സംശയം അദ്ദേഹമായിരിക്കും. കേരളയാത്രക്ക് 15 ദിവസത്തെ കേരളയാത്രക്ക് 15 കന്തൂറ അടിച്ച് ഉസ്താദിന് കൊടുത്തയച്ച ആളാണ്. ഓരോ ദിവസവും പുതിയതിടണം ഉസ്താദെ. ഒരു ദിവസം ഇട്ട് പിന്നെ നിങ്ങളാർക്ക് കൊടുത്താലും കുഴപ്പമില്ല, എന്നും നിങ്ങൾ പുതിയാപ്പിളായിട്ട് നിൽക്കണം. ആ മനുഷ്യനാണിത് കൊടുത്തയച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഉസ്താദിന് ഈ കിട്ടുന്ന മുഴുവൻ പൊരുത്തത്തിൻ്റെയും കാരണം പാവങ്ങളെ പരിഗണിച്ചു എന്നതാണ്. എത്ര യതീം കുട്ടികളെ ഏറ്റവും നല്ല പൊസിഷനിലേക്ക് ഉസ്താദ് എത്തിച്ചു. എത്ര ആലിമീങ്ങളെ വളർത്തി. 100 ചില്ലോണം തങ്ങന്മാർക്ക് ശൈഖുന ഉസ്താദ് അവർകൾ വീടുണ്ടാക്കി കൊടുത്തു. അബ്ദുൽ ലത്തീഫ് മദനിയും സഖാഫിയുടെ ആ ഒരു പരിപാടിയിലൂടെ മുഴുവൻ വീടുമുണ്ടാക്കി ആ വീട് കമ്മീഷൻ ചെയ്ത് അതവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. സാധുക്കളോടൊപ്പം നിന്നാൽ നമ്മൾ വിജയിക്കും. അതാണ് നമ്മളെ മുദ്രാവാക്യം. അള്ളാഹുവിൻ്റെ കൂടെയും നിൽക്കുക, സൃഷ്ടികളുടെ കൂടെയും നിൽക്കുക. അള്ളാഹുവിനോടൊപ്പം രാത്രിയിൽ, പകൽ സമയത്ത് ജനങ്ങളോടൊപ്പം. അതാണ് അങ്ങനെയുള്ളൊരു നീക്കമാണ് റമദാൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയ മെസ്സേജ്. ഞാൻ ദീർഘമായി ഇവിടെ സംസാരിക്കുന്നില്ല. ഈ സദസ്സിൽ കാണുന്ന അച്ചടക്കം എന്നെ വല്ലാതെ ആനന്ദിപ്പിക്കുന്നു. ഇവിടെ വരുന്ന സമയത്ത് ഞാൻ കരുതിയത് ആരും ഉണ്ടാവില്ല എന്നാണ്. നമ്മളെ കുട്ടികൾ ഹാരിസ് സഖാഫിയും അതുപോലെ നമ്മളെ അജ്മലും പിന്നെ നമ്മളെ ഇക്ബാലും ലുക്മാൻ അവരെല്ലാവരും കൂടി എന്നോട് പറഞ്ഞു, ഇതിൻ്റെ എത്രയോ ഇരട്ടി ആളുകളെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, ഉസ്താദെ ഒന്നും വിചാരിക്കരുത്. ഞാൻ തിരിച്ച് ആണ് വിചാരിക്കുന്നത്. ഇത്രയൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയാണ് വന്നത്. വല്ലാത്ത റാഹത്ത് നിങ്ങളെ കാണുമ്പോൾ. അള്ളാഹു തരി ഇതുപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. റമദാനിലെ നോമ്പ് മുഴുവൻ നോൽക്കുക. ആ റമദാനിലെ തറാവി എല്ലാ ദിവസവും നിസ്കരിക്കുക. ആ റമദാനിൽ ഓരോ ദിവസം ഓരോരുത്തർ നോമ്പ് തുറപ്പിക്കുക. ഒരു ദിവസം ഒരാൾ വീതം ആ ഒന്നിച്ചു ആക്കുക, വെവ്വേറെയാക്കുക. അതുപോലെ റമദാൻ മാസത്തിലാണ് സക്കാത്തുകൾ കൊടുക്കാൻ പറ്റിയ മാസം. നമ്മളെ സമ്പാദ്യത്തിൻ്റെ 2.5% നൽകുക. അബൂ ഹനീഫ ഇമാമിൻ്റെ വീക്ഷണപ്രകാരം എല്ലാറ്റിനും സക്കാത്തുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ വീക്ഷണത്തിൽ ചില വസ്തുക്കൾക്ക് മാത്രമേ സക്കാത്തുള്ളൂ. ഷാഫി ഇമാമിൻ്റെ വീക്ഷണമനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. അതുപോലെ ഹജ്ജ് ഉംറ നമ്മുടെ നിയ്യത്തിലുണ്ടാവണം. അതിനും പുറമെ നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഈ റമദാനിൽ എന്തെങ്കിലും കൊടുത്തേക്കണം. നമ്മളെ മദ്രസയിൽ 1 പഠിപ്പിച്ച ഉസ്താദിന് 1 ജോഡി വസ്ത്രം എല്ലാവരും കൊടുത്തേക്കുക. അങ്ങനെ ഈ റമദാൻ വളരെ ഉഷാറാക്കാനുള്ള തീരുമാനം നിങ്ങൾക്ക് ഉണ്ടാവണം. 4 പ്രശ്നങ്ങൾ നാം നേരിടുന്നു. ആ 4 പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള മർക്കസു സഖാഫത്തി സുന്നിയയുടെ വിവിധ പദ്ധതികൾ എല്ലാവരും അത് ഏറ്റെടുത്ത് വിജയിപ്പിക്കുക. ഈ റമദാനിൽ ഭക്ഷ്യ കിറ്റ് കലക്ട് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മർക്കസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൈനി മുഹമ്മദ് അലി സാഹിബിൻ്റെയും മുഹമ്മദ് അലി സൈനി സാഹിബിൻ്റെയും അതുപോലെ നമ്മളെ സഖാഫിമാരെല്ലാവരും ഉണ്ട്. അവരൊക്കെ ഇവിടെ വരും, ബന്ധപ്പെടും. അതുപോലെ നമ്മളെ ഹനീഫ, നമ്മളെ തക്കാഫുൽ ഹനീഫ, അവരൊക്കെ ഇവിടെ വരും. സഖാഫി അവരെല്ലാവരും വരുമ്പോൾ ആ പദ്ധതി എല്ലാ അർത്ഥത്തിലും നിങ്ങൾ വിജയിപ്പിക്കണം. അതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് ഹൈറുകൾ അള്ളാഹു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സേവനങ്ങൾക്ക് വലിയ പ്രതിഫലം തരട്ടെ. അള്ളാഹു നമ്മളെ മക്കളെ സാലിഹ്യങ്ങളാക്കട്ടെ. നമ്മളെ മക്കൾക്ക് അള്ളാഹു നല്ല വിദ്യാഭ്യാസം കൊടുക്കട്ടെ. മദ്രസയിലും സ്കൂളിലും ഒക്കെ അവർക്ക് നല്ല റാങ്കും ഏറ്റവും ടോപ്പ് മാർക്കും പഠിച്ചിട്ട് ഉന്നതമായ പഠനത്തിലുള്ള സന്ദർഭം അള്ളാഹു നൽകട്ടെ. ഖുർആൻ ഹിഫ്ളാക്കാനും ആ ഖുർആൻ ഹിഫ്ളോടൊപ്പം എഞ്ചിനീയറിംഗ് കൂടി പഠിക്കാനുള്ള സൗകര്യം വരെ മർക്കസിലുണ്ട്. നല്ല പ്രതിഭാശാലികളായ മക്കളാണെങ്കിൽ അവർക്കെല്ലാ പ്രമോഷനും മർക്കസ് നൽകും. അതിനൊക്കെ നിങ്ങളെല്ലാവരും ബന്ധപ്പെടണമെന്ന് ഉണർത്തുകയും ഈ സമയത്ത് പ്രത്യേകമായ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മർക്കസിൽ പഠിക്കുന്ന സഖാഫികളായ പണ്ഡിതന്മാർ ഓരോ ദിവസവും 500 ആൾ പുറത്തിറങ്ങുകയാണ്. ആ 500 ആളുകൾ യൂറോപ്പിലും അമേരിക്കയിലും അതുപോലെ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ നാടുകളിലും അവർ പള്ളികളിൽ ഇമാമത്ത് നിൽക്കുകയാണ്. മെനയാന്ന്
ഞാൻ അബുദാബിയിൽ പോയപ്പോൾ ജുമഅ നിസ്കരിച്ചത് ഒരു സഖാഫിയുടെ പിന്നിൽ മഅ്മൂമായിക്കൊണ്ടാണ്. മഗ്രിബിന് ജമാഅത്തിൽ പങ്കെടുത്തപ്പോൾ ഇമാമ് വേറൊരു സഖാഫിയാണ്. ധാരാളം അറബികൾ അവിടെ ഉണ്ട്. ആ അറബികളും എല്ലാവരും ആ ഉസ്താദുമാരെ പിന്നിൽ, എ പി ഉസ്താദിൻ്റെ ശിഷ്യന്മാരെ പിന്നിൽ അറബികൾ നിസ്കരിക്കുന്ന മനോഹരമായ രംഗം, അതൊക്കെ ഉണ്ടാക്കിയെടുത്തത് മർക്കസ് എന്ന് പറയുന്ന നമ്മളെ സ്ഥാപനമാണ്. അതേ റൂട്ടിൽ മഅ്ദിൻ നീങ്ങുന്നു, അതേ റൂട്ടിൽ സഅദിയ്യ വളരെ മുമ്പേ സ്ഥാപിതമായി പ്രവർത്തിക്കുന്നു. ഇതെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും വേണം. നമ്മളെ കയ്യിൽ കിട്ടുന്ന പണം അതെത്ര നമ്മൾ സമ്പാദിച്ചു വെച്ചാലും അത് വിരലുകളുടെ ഇടയിലൂടെ ഇങ്ങനെ ചോർന്നു പോകും. കിട്ടിയ പൈസ ഒക്കെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആരാണ്? വലിയ മുതലാളിമാരാകുമായിരുന്നു. അതിങ്ങനെ പോവും, രോഗമായിട്ട് പോകും, പല രൂപത്തിലും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അതാണ് നമുക്ക് നാളെ പരലോകത്തുണ്ടാവുക. അപകടങ്ങളിൽ നിന്ന് സലാമത്തുണ്ടാവാനുള്ള വഴി അതാണ്. ഇക്കൊല്ലം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിടക്കാൻ കട്ടിലുകൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിനീതൻ ഇവിടെ വന്നത്. അതുകൊണ്ട് ആ മുതഅല്ലിമിൻ്റെ ഒരു കട്ടിലിന് ഇൻഷാ അല്ലാഹ് 400 ദിർഹം ആണ് അതിന് കണക്കാക്കിയിട്ടുള്ളത്. ഒരു 5-10 കട്ടിൽ ഒക്കെ സാധിക്കുന്ന ആളുകൾ ഈ മജ്‌ലിസിലുണ്ടാകും. അള്ളാഹു ചെയ്ത നിഅമത്ത് വളരെ വലുതാണ്. ഞാൻ ഫുജൈറയിൽ ചെന്ന സമയത്ത് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് ശമ്പളം വർദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. ഞാൻ ചോദിച്ചു, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ്, അത് ടൈപ്പിസ്റ്റാണ്. ഞാൻ ചോദിച്ചു, നിനക്ക് എത്ര ശമ്പളമുണ്ട്? 1800 ദിർഹമേ ഉള്ളൂ എന്നാണ് അന്ന്. ഞാൻ പറഞ്ഞു, ഈ നാട്ടിൽ ഞാൻ ജോലി ചെയ്യുന്നതെങ്കിൽ നിനക്ക് എത്ര കിട്ടും? അപ്പോൾ അവസാനം അയാൾ പറഞ്ഞു, ഇത് തന്നെ വളരെ വലുതാണ്, എനിക്ക് ബർക്കത്തിന് വേണ്ടി ദ്വാരന്നാൽ മതി എന്നുണ്ട്. അപ്പോൾ നമ്മൾ ശമ്പളം കൂടുതലല്ല വേണ്ടത്, ബർക്കത്താണ് വേണ്ടത്. അള്ളാഹു നമ്മളെ ശമ്പളത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ മക്കളിൽ ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ ജോലിയിൽ പ്രൊമോഷൻ തരട്ടെ. അള്ളാഹു നമ്മളെ സ്പോൺസർമാരെ കൽബിൽ നമ്മോട് ബഹുമാനവും സ്നേഹവും അള്ളാഹു ഇട്ട് തരട്ടെ. നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു ടിക്കറ്റിൻ്റെ പൈസ ചോദിക്കാതെ തന്നെ കിട്ടുകയാണെങ്കിൽ വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ എല്ലാ ഭാഗ്യവും ഉണ്ടാകാൻ നിയ്യത്ത് ചെയ്തുകൊണ്ട് ഈ സ്കീമിലേക്ക് നിങ്ങളൊക്കെ സഹായിക്കണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി നമുക്ക് ഇൻഷാ അല്ലാഹ് ഫാത്തിഹ ഓതി ദുആ ചെയ്ത് പിരിയാം.